ഹായ്, മിൻഹാജ് ബിൽഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മിൻഹാജ് ബിൽഡേഴ്സിൻ്റെ കൊണ്ടോട്ടി സൈറ്റാണ് കേട്ടോ. മൂന്നാമത്തെ ഫ്ലോറിലാണ് വർക്ക് നടക്കുന്നത്. ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞ് തേർഡ് ഫ്ലോറാണ് ഇപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. 9 അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിൽ, ഈ ഒരു ഫ്ലോറിൽ മാത്രമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഔട്ട് സൈഡ് വാൾ കംപ്ലീറ്റ് ലാറ്ററൈറ്റ് സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻസൈഡ് കംപ്ലീറ്റ് സോളിഡ് ബ്ലോക്കാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈറ്റ് വരുന്നത് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം നമ്മൾ എയർപോർട്ടിലെ ജീവനക്കാരാണ്. പൈലറ്റ്, അതുപോലെ എയർ ഹോസ്റ്റസ്, അതുപോലെയുള്ള ജീവനക്കാർ മാത്രമാണ് ഇവിടെ അധികം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഞങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡിലും നിലവിൽ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്ത് ഇവരുടെ വാഹനം കാര്യങ്ങളൊക്കെ താഴത്തുണ്ട്. അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിൽ വേണം നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. മാത്രം എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാലിക്കറ്റ്, മലപ്പുറം, അതുപോലെ കൊണ്ടോട്ടി ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു വർക്ക് വന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്ര സ്പീഡിൽ നമുക്ക് വർക്കുകൾ ചെയ്യാൻ പറ്റൂ, ഓരോ ബിൽഡിങ്ങിൻ്റെയും അതിൻ്റെ സ്ട്രക്ചറിനനുസരിച്ചിട്ടുള്ള ഓരോരോ ടൈമുകൾ ഉണ്ടാവില്ല. ആ ഒരു ടൈം നിലനിർത്തിക്കൊണ്ട് മാക്സിമം സ്പീഡിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു നോർമൽ ടൈമിൽ നമുക്ക് വർക്ക് തീർക്കാനായിട്ട് പറ്റില്ല. നമ്മൾ 2 ടൈമിലും, മോർണിംഗിലും ഈവനിങ്ങിലും 2 ഷിഫ്റ്റായി നിന്നുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വിടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അപ്പാർട്ട്മെൻറ്റ് ചെയ്യാനുള്ളതോ അതല്ലെങ്കിൽ ലോഡ്ജ്, മറ്റ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സൊക്കെ ചെയ്യാനുള്ള സ്ഥലം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മിൻഹാജ് ബിൽഡേഴ്സിനെ സമീപിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ടൗൺഷിപ്പുകളിൽ, എയർപോർട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ, അതേപോലെ തന്നെ കുറച്ച് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള സ്പേസുകൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും പ്രൊജക്റ്റോ പദ്ധതികളോ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൻഹാജ് ബിൽഡേഴ്സുമായിട്ട് സംസാരിക്കാവുന്നതാണ്. ഒരു പക്ഷേ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കുമ്പോൾ സിംഗിളായിട്ട് ഒരു ഓണർക്ക് മാത്രമായിട്ട് ചിലപ്പോൾ എടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് കൂടെ ചേർക്കാൻ പറ്റാവുന്ന 3 or 4 ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സ് സർക്കിളിലുള്ള എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമുക്കൊരു സ്ഥലം എടുത്ത് അതിൽ നല്ലൊരു പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾ ചിലവഴിച്ച പണത്തിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് മാസം റെൻറ്റ് കിട്ടുന്ന തരത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു പ്രൊജക്റ്റിനെ നിങ്ങളുടെ മുൻപിലേക്ക് വളരെ പെർഫെക്റ്റായിട്ട് എത്തിച്ചേരുക എന്നുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും മിൻഹാജ് ബിൽഡേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു വരുമാന സ്രോതസ് ഉണ്ടാക്കി നാളെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ആശംസകളും നേരാണ് മിൻഹാജ് ബിൽഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്. നമ്മളെല്ലാം മറ്റാര് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിലേക്ക് ഭാവിയിൽ ഉപയോഗപ്പെടുന്ന രീതിയിലേക്കാവട്ടെ എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് കാലമാണ് ഈ മനുഷ്യർ ലോകത്തുള്ളത്. അത് വളരെ മനസ്സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പണം ഉണ്ടാക്കുന്നതിനേക്കാളും കുറേ സൗഭാഗ്യങ്ങൾ നമ്മളെ മുമ്പിൽ വരുന്നതിനേക്കാളും ഒക്കെ നല്ലത് നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നീട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോഴുള്ള ഓരോ ആളുകളും നമ്മളെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് റെഫറൽ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് തരുന്ന ഓരോ വർക്കുകൾക്ക് ആ ഒരു നന്ദി, നിങ്ങളെ കൂടി ആ ഒരു നന്ദി അറിയിക്കുകയാണേ.